ായിരിക്കുന്നു. പാപ്പനംകോട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് ഓഫീസിലാണ് തീപിടുത്തമുണ്ടായത്. അനന്തകൃഷ്ണൻ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനന്തൻ, എപ്പോഴായിരുന്നു ദുരന്തം? ആളപായമോ മറ്റോ ഉണ്ടോ? പ്രതീക്ഷ, അല്പസമയം മുമ്പാണ് തീപിടുത്തമുണ്ടായത്. തിരുവനന്തപുരം പാപ്പനംകോട് ജംഗ്ഷനിൽ, അതായത് ട്രാഫിക് ഐലൻഡിന് തൊട്ട് സമീപമുള്ള കെട്ടിടത്തിന്റെ 2ാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ തീപിടുത്തത്തിൽ 2 പേർ അഗ്നിക്ക് ഇരയായി. അവരെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. മരണം സംഭവിച്ചതായിട്ടാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. പൂർണ്ണമായും പൊള്ളലേറ്റ നിലയിലാണ് രണ്ടുപേരെയും പുറത്തേക്കെടുത്തത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മരണം സംഭവിച്ചുവെന്ന് അവിടെ നിന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസാണ് തീപിടുത്തത്തിന് ഇരയായിരിക്കുന്നത്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വിവരമില്ല. ആ ഓഫീസിനുള്ളിലാണ് തീ ആളിപ്പടർന്നത്. തിരുവനന്തപുരം ചെങ്കൽച്ചൂളയിൽ നിന്നുള്ള 2 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി ഇപ്പോൾ തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഫയർഫോഴ്സ് ഈ തീ കത്തുമ്പോൾ തന്നെ ഉള്ളിൽ കടന്നാണ് ഈ 2 പേരെയും പുറത്തേക്ക് എടുത്തത്. പക്ഷേ അപ്പോഴേക്കും പൂർണ്ണമായും പൊള്ളലേറ്റ നിലയിലായിരുന്നു. മരണം സംഭവിച്ചു എന്നാണ് നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അവിടെ നാട്ടുകാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കൊന്ന് അന്വേഷിക്കാം. ഇപ്പോൾ ബാലു അവിടെ നാട്ടുകാരനാണ്, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ ബാലു, ഈ അപകടം എപ്പോഴായിരുന്നു സംഭവിക്കുന്നത്? താങ്കൾക്ക് അറിവുള്ള കാര്യങ്ങൾ. 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു, മരണം സംഭവിച്ചു എന്നും കൂടി റിപ്പോർട്ടുകൾ വരുന്നു. സ്ഥിരീകരിക്കാമോ? ഇവിടുത്തെ ഉണ്ടായി ഏകദേശം നല്ല തീ ആയപ്പോഴത്തേക്കാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി ഓടി തീ അണയ്ക്കുന്നത്. അപ്പോൾ അണച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അകത്ത് 2 ബോഡിയുണ്ട്. അതിനുശേഷമാണ് ഫയർഫോഴ്സൊക്കെ വന്നത്. അപ്പോഴത്തേക്ക് ബോഡി പുറത്തിടുമ്പോഴത്തേക്ക് ബോഡി ഓൾറെഡി ഡെത്തായിരുന്നു അവര്. നമ്മള് കണ്ടതിന്റെ ഒരു ടെൻഷനിലാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. അപ്പൊ എന്ത് പറയണമെന്നറിയില്ല. വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. കാര്യം 2 ലേഡീസ് ആണെന്ന് പറയുന്നുണ്ട് ഇവിടെ ഉള്ളവരൊക്കെ. അതിൽ വർക്ക് ചെയ്തിരുന്ന 2 ലേഡീസ് ആണ്. അവരാണ് മരണപ്പെട്ടതെന്നാണ് പറയുന്നത്. അതായത് വലിയ അളവിൽ തീ പടർന്നു, രക്ഷപ്പെടാൻ പറ്റാത്ത വണ്ണം തീ ആളിക്കത്തിയല്ലേ? അതെ 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 അതെ. ഇത് ഇറങ്ങി ഓടാനുള്ള സാധ്യതയില്ല. കാര്യം ഇവിടെ ഒരു കൊച്ചു സ്റ്റെയർ മാത്രമാണ് ഉള്ളത്. അതിലേക്ക് നമുക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല.